ന്യായീകരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കായംകുളത്ത് MLA യു പ്രതിഭയുടെ മകൻ ഒരു 16, 17, 18 വയസ്സുകാണ്. അയാൾ പോളിടെക്നിക്കിന് പഠിക്കുക. അയാള് അവിടുന്ന് അവധിക്ക് വന്നതാണ്. കൂട്ടുകാരുമായി കൂടിയ വീടിനടുത്തുള്ള ഒരു കലുങ്കിന്റെ അവിടെ പോയിരുന്നു. വലിച്ചെന്നും വലിച്ചില്ലെന്നും പറയുന്നു. ബീഡി വലിച്ചില്ല, സിഗരറ്റ് വലിച്ചില്ലെന്ന് പറയുന്നു. എന്തു ആയിക്കോട്ടെ, ഞാൻ കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ എടുക്കേണ്ട നിലപാട് എന്താണെന്നുള്ളതാണ് ഞാൻ വിശദീകരിച്ചത്. കൊച്ചുകുട്ടികളായപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വിളിച്ച് ഉപദേശിക്കാം. ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണല്ലോ മറ്റൊരു സ്ഥലത്തു നിന്ന് എക്സൈസുകാരവിടെ വരുന്നു. അല്ലാതെ എക്സൈസുകാർ ഇവരെ മുൻകാലത്ത് എന്തെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതികളൊന്നും അല്ലല്ലോ ഇവരുടെ പുറകെ നടക്കാൻ. അല്ലെങ്കിൽ മദ്യമോ മയക്കുമരുന്നോ വിറ്റ കേസിലൊന്നും പ്രതികളല്ലല്ലോ. അപ്പോൾ പ്രതിഭാകരിയോട് വിരോധമുള്ള ആരോ വിളിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരവിടെ വന്നു, കുട്ടികളെ കസ്റ്റഡി എടുത്ത് കേസെടുത്തു, FIR ഇട്ടു. ഞാൻ പറഞ്ഞ പോയിന്റ്, കേസെടുക്കുന്നതിന് മുമ്പ് കുട്ടികളാണ്, അവരെ ഉപദേശിക്കണം. ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഇഞ്ചൂരിയസ് ആയിട്ട് കാര്യമാണ്, നമുക്കെല്ലാം അറിയാം. അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ വലിക്കുമായിരുന്നു, MD വലിക്കുമായിരുന്നു. പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ പറയണമല്ലോ. കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും സ്മോക്ക് ചെയ്യുമായിരുന്നു, വസ്തുതയാണ്. കാലം കഴിഞ്ഞപ്പോൾ പല സാഹചര്യങ്ങൾ മാറി വന്നപ്പോൾ പലരും ആരോഗ്യ പ്രശ്നമോ മറ്റു കാര്യത്തിലോ അല്ലെങ്കിൽ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് അവർ നിർത്തി. അതുകൊണ്ട് കേരളത്തിൽ ആരും മരിക്കാതിരിക്കുന്നുണ്ടോ? ഇന്നും അതിനെതിരെയുള്ള ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം, അത് മയക്കുമരുന്ന്, ഇതിനൊക്കെ എതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ ഗവൺമെന്റ് നടത്തുകയാണ്. എങ്കിലും ധാരാളം കേസുകൾ ഇപ്പോഴും പിടിക്കുന്നുണ്ട്, ധാരാളം ക്യാമ്പയിൻ നമ്മൾ നടത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ അതിൽ നിന്ന് വിമുക്തരാകുന്നുണ്ട്. പുതിയതായിട്ട് ഒരുപാട് ആളുകൾ അതിൽ പങ്കാളികളാകുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ അത് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഉള്ളത് നിർത്തണം, അതിന് യാതൊരു പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. പക്ഷെ ചെയ്യേണ്ട രീതി ഇതായിരുന്നു. അവരെ ഉപദേശിക്കുകയും തെറ്റുതിരുത്താനുള്ള അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതിയിൽ പോകാതെ കേസെടുത്തു. കേസ് എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കേസെടുത്തു, ആയിക്കോട്ടെ. കേസെടുത്തു കഴിഞ്ഞാൽ ഒരു MLA എന്ന് പറഞ്ഞാൽ വളരെ സക്രിയമായി നിൽക്കുന്ന ഒരു MLA. കായംകുളത്ത് ഇത്രയും 2 തവണ ഒരു മത്സരിച്ച് മഹാഭൂരിപക്ഷം ജയിച്ചു. അവരെ ടാർഗറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ചില മാധ്യമം. എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എത്ര ആക്ഷേപഹാസ്യമായിട്ടാണ് ഈ നവമാധ്യമങ്ങളും നിങ്ങൾ ചില മാധ്യമങ്ങളും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വേട്ടയാടുന്നത്. യു പ്രതിഭ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ മാനസികമായി വളരെ തകർച്ചയിലാണ്. കാരണം അവരുടെ ഭർത്താവ് ഈ അടുത്ത കാലത്ത് മരിച്ചു. മെന്റലി വളരെ ഷോക്ക്ഡാണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്. അവരുടെ മകൻ ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞാൽ അവര് കടുങ്കൈ ചെയ്യത്തില്ലേ, സ്വാഭാവികമല്ലേ. അവര് മീഡിയയിൽ വന്ന് അവര് നവമാധ്യമത്തിൽ പറഞ്ഞു, എന്റെ മകൻ അങ്ങനെ കുറ്റം ചെയ്തിട്ടില്ല, അമ്മയെന്ന നിലയിൽ ഞാൻ അത് അംഗീകരിക്കുന്നില്ല, അത് അങ്ങേയറ്റം കളവാണ് എന്ന് അമ്മയെന്ന നിലയിൽ അവർ പറഞ്ഞു. ഒരു MLA എന്നുള്ളതിനെ പറഞ്ഞു, എന്നെ നിങ്ങൾ വേട്ടയാടരുത്. പിന്നെന്താ ചെയ്ത്? ജാതീയമായ ചോര ചേർത്തല്ലേ അവരെ ആക്ഷേപിച്ചത്. ജാതിപരമായ ചോര ചേർത്ത് അവരെ ആക്ഷേപിച്ചു. ഞങ്ങൾ ആരും പ്രതികരിക്കാൻ ഇതിനുവേണ്ടി പോയില്ല, ഒരാളും പ്രതികരിച്ചില്ല. ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾ പ്രതികരിക്കേണ്ട, പ്രതിഭ ഇത് പറയട്ടെ. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് നവമാധ്യമങ്ങളിൽ മുഴുവൻ, ഇന്നലെ അവർ കുറെ നവമാധ്യമങ്ങളിൽ വാർത്തയെ കാണിച്ച് സങ്കടപ്പെട്ടതിന് ഞാൻ കരഞ്ഞു പോകും. ഒരു സ്ത്രീ അത്രയും മോശമായി, അവർ കേൾക്കാൻ പാടില്ലാത്ത, അവർ ചെയ്യാത്ത നൂറുകണക്കിന് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്നിട്ട് അവരുടെ ശത്രുക്കൾ പ്രചരിപ്പിക്കുകയാണ്. അവർ പ്രചരിപ്പിക്കുന്നത് എന്താ? ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിനു മുമ്പ് കളവൊരുക്കണം, കായംകുളത്തിൽ കളവൊരുക്കണം. അതിനുവേണ്ടി ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ തെറ്റായ നീക്കത്തെ ഞാനവിടെ വിമർശിച്ചു. വാസുദേവൻപിള്ള രക്തസാക്ഷികളത്തെ ഞാൻ വിമർശിച്ചത്. ഇങ്ങനെ യുവ പ്രതിഭയെ പറ്റി പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ, കുടുംബത്തിനെതിരെ വന്ന ആക്ഷേപങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. വല്ല വസ്തുതയുണ്ടോ? ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ വന്ന ആക്ഷേപങ്ങൾ, എന്തെല്ലാം തരത്തിലാണ് ആ മനുഷ്യനെ ആക്രമിച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും തെറ്റ് ചെയ്തോ ആയിക്കോട്ടെ, അതിൽ അച്ഛനും അമ്മയും എന്ത് ചെയ്യാൻ പറ്റും? അവര് പോയി, ഇപ്പൊ എന്റെ കുട്ടികൾ പോയി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ കുട്ടികളെ ഉപദേശിക്കുന്നതിനപ്പുറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രായപൂർത്തിയായ ഒരു കുട്ടിയെ തെറ്റ് ചെയ്തു, അല്ലെ 18 വയസ്സ് കഴിഞ്ഞൊരു കുട്ടി തെറ്റിൽ പോയി വീണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവരെ ഉപദേശിക്കാൻ നമുക്ക് പറ്റും. നിയമപരമായി എന്തെങ്കിലും തെറ്റ് അതിനകത്തുണ്ടെങ്കിൽ അവർ കേസെടുക്കട്ടെ, അവർ ശിക്ഷിക്കട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ യു പ്രതിഭ എന്ത് തെറ്റ് ചെയ്തു? അവരെന്തിനാണ് നിങ്ങൾ വേട്ടയാടിയത്? നിങ്ങളെന്ന് പറഞ്ഞാൽ മീൻസ് ഇത് ആളൊക്കെ ആരും ഞാൻ പറയുന്നില്ല. അതാണിപ്പോ പ്രശ്നമായിട്ട് ഞാനവിടെ ഉന്നയിച്ചത്. അതുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുമല്ല. എന്റെ പാർട്ടി നേതാക്കന്മാരെയും എന്റെ പാർട്ടിയുടെ MLA-മാരെയും വേട്ടയാടുമ്പോൾ കാഴ്ചക്കാരനായി മന്ത്രിയാണ്, ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും എന്നെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. എന്റെ പാർട്ടിയെയും നേതാക്കന്മാരെയും എന്റെ MLA-മാരെയും എന്റെ സഖാക്കളെയും വേട്ടയാടുമ്പോൾ
ഞാൻ പ്രതികരിക്കും, നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട്, ഭാവിയിലും പ്രതികരിക്കും. അതാണ് എന്റെ നിലപാട്.